അത്ര നിസാരമായി ഇറാനെ നമ്മൾ എഴുതിത്തള്ളാനും പാടില്ല. കാരണം ഇറാൻ ഒരു രാജ്യം മാത്രമല്ല, അതൊരു പ്രതീകമാണ്, ഒരു വികാരമാണ്. അത് തന്നെയാണ് ഈ ആക്രമണത്തിന്റെ വലിയ പ്രസക്തി. ഇറാനെ ആക്രമിച്ചപ്പോൾ കരയുന്ന, സങ്കടപ്പെടുന്ന മലയാളികളേറെയുണ്ട്. എന്തിനേറെ ഇന്ത്യ മഹാരാജ്യത്തിന് പോലും അത്ര സന്തോഷമില്ല. ഇന്ത്യ ഗവൺമെന്റ് ഇറാനുമായി നല്ല ബന്ധത്തിലാണ്. ഇറാനുമായി തുറമുഖ സഹകരണം അടക്കമുണ്ട്. ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇറാന്റെ മേൽ ഇന്ത്യ ഉപരോധം ഏർപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഇറാനും ഇന്ത്യയും തമ്മിൽ പരമ്പരാഗതമായി നല്ല ബന്ധമാണ്. മുമ്പൊക്കെ പാകിസ്ഥാനെതിരെ പരസ്യമായ രംഗത്തിറങ്ങാൻ പോലും ഇറാൻ താല്പര്യം കാട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന് അല്പമൊക്കെ കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിലും ഇറാനും ഇന്ത്യയും തമ്മിൽ ഇപ്പോഴും നല്ല ബന്ധത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോലും ഒട്ടും സന്തുഷ്ടരല്ല ഇറാന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇനി മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം. ഇറാൻ ഷിയ മുസ്ലിമുകളെ പ്രതിനിധാനം ചെയ്യുന്ന രാജ്യമാണ്. ഷിയാകളുടെ ആഗ്രഹം സുന്നികളില്ലാത്ത ലോകമാണ്. അവർ സൗദി അറേബ്യക്കെതിരെ പലപ്പോഴും ആക്രമണം നടത്താറുണ്ട്. സൗദിയും UAEയും അടങ്ങുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ ഇറാനെതിരാണ്. അമേരിക്കൻ സഖ്യകക്ഷികൾക്കൊപ്പമാണ്. അമേരിക്കയുടെ വ്യോമതാവളങ്ങളൊക്കെ ഈ രാജ്യങ്ങളിലാണ്. ഇത്തരമൊരു ഭിന്നത അവർക്കുണ്ടെങ്കിലും ഇവരൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു വൈകാരിക തലമുണ്ട്. അത് ഇസ്ലാം എന്ന വൈകാരിക തലമാണ്. ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ്. ഖുറാനിലെ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ്. സിവിൽ നിയമങ്ങളെക്കാൾ വലുത് ശരീഅത്താണ് എന്ന് വിശ്വസിച്ച് ആ നിയമങ്ങൾ സിവിൽ നിയമങ്ങളാക്കി മാറ്റിയ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനതയ്ക്ക് വൈകാരികമായ ഒരു അടുപ്പം ഈ യുദ്ധാന്തരീക്ഷത്തോടുണ്ട്. അത് അമേരിക്കൻ വിരുദ്ധമായ അടുപ്പമാണ്. കേവലം ഇറാനോടുള്ള ഇഷ്ടമല്ല, നേരെ മറിച്ച് ഒരു ഇസ്ലാമിക ഐക്യമാണ്. ലോകമെമ്പാടും ഏതാണ്ട് 200 കോടിയോളം ജനങ്ങൾ മുസ്ലിം വിശ്വാസികളാണെന്ന് ഓർക്കണം. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ഇസ്ലാമാണ്. ആ വിശ്വാസത്തിൽ ഭിന്നതയുണ്ടെങ്കിലും അവർ പ്രതിനിധാനം ചെയ്യുന്ന വിശ്വാസമല്ല ഇറാന്റെ ഇസ്ലാമെങ്കിലും ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഇറാനെ പാശ്ചാത്യ ലോകം ഒരുമിച്ചിരുന്ന് ആക്രമിക്കുന്നതിനോട്, പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ ബദ്ധശത്രുവായ ഇസ്രയേലിന് വേണ്ടി ആക്രമണം നടത്തുന്നത്, ഇസ്രയേൽ യുദ്ധം നടത്തുന്നത് ഇവർക്കാർക്കും സന്തോഷമുണ്ടാക്കുന്നില്ല എന്നത് വാസ്തവമാണ്. ഇസ്ലാമിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ ഒന്ന്, പ്രവാചകന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്താൽ സ്വർഗത്തിൽ വേഗം പോകാം എന്നതാണ്. അങ്ങനെ തന്നെ അവർ വിശ്വസിക്കുന്നു. ഇസ്ലാമിനെതിരായിരിക്കുന്നവരെ കൊല്ലുന്നതും സ്വർഗത്തിൽ പോവാൻ കാരണമാകുമെന്ന്. ഇങ്ങനെ വിശ്വസിക്കുന്ന അനേകം പേരുണ്ട്. അവരാണ് ഭീകര പ്രസ്ഥാനങ്ങളെ രൂപപ്പെടുന്നത്. ലോകത്തെ എല്ലായിടത്തും ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുമ്പോൾ അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ്. അതുകൊണ്ട് അവർ മറ്റുള്ളവരെ കൊന്നും സ്വയം മരിച്ചും സ്വർഗം പോകാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെയാണ് ഭീകര സംഘടനകൾ രൂപപ്പെടുന്നത്. ഈ ഭീകര സംഘടനകൾ ഒരു വികാരത്തിന്റെ തുടർച്ചയാണ്. ഭീകര സംഘടനകളുടെ ഭാഗമല്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ ഇത്തരം വൈകാരികമായ അടുപ്പം സൂക്ഷിക്കുന്നവരുണ്ട്. അവരൊക്കെയാണ് വാസ്തവത്തിൽ ഇറാന്റെ ബലം. ഇവരെ നമുക്ക് വേണമെങ്കിൽ സ്ലീപ്പർ സെല്ലുകൾ എന്ന് വിശേഷിപ്പിക്കാം. ലോകത്ത് എല്ലായിടത്തും ഇറാന്റെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട്. ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് ആ ഇസ്ലാമിക രാജ്യത്തിന്റെ വികാരത്തിനൊപ്പം നിൽക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ ലോകത്തെല്ലായിടത്തും, നമ്മുടെ നാട്ടിലുമുണ്ട്. ഞാൻ മരിച്ചാലും വേണ്ടില്ല, ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തണം, അങ്ങനെ സ്വർഗത്തിലേക്ക് പോകണം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുമുണ്ട്. ആ വിശ്വസിക്കുന്നവർ ലോകത്തെല്ലായിടത്തുമുണ്ട്. അമേരിക്കയിലുമുണ്ട്, ബ്രിട്ടനിലുമുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഉണ്ട്, ഇന്ത്യയിലുണ്ട്. അവരുടെ ഉയർത്തെഴുന്നേൽപ്പ്, ഉണർവിന് ഈ ആക്രമണം കാരണമാവും.